ഫോർത്ത് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ 2025 ചോദിച്ചിട്ടുള്ള അസസ്മെൻറ്റ് ഓഫ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്: മിസ്റ്റർ ചാറ്റർജി ആൻഡ് സിംഗ് ഈസ് എ ഫേം of chartered accountant in which Singh, Jain and Chatterjee are working partners, sharing profit and losses in the ratio of 2:1:1. The firm showed a net surplus of rupees 57,000 for the year ended 31st March 2023. Following items are found debited in the income and expenditure account of the firm. Okay, salary to Jain rupees 7,000, salary to Chatterjee rupees 9,800, then commission to Singh rupees 6,000, commission to Chatterjee rupees 4,800, interest on capital at 20%, Singh rupees 6,000, Jain rupees 4,000, customs penalty paid rupees 3,000, rent of rupees 3,600 paid to Jain in respect of the house let out by him to the firm. Compute the total income of the firm for the assessment year 2023-24. The firms fulfills conditions of 184 എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന അസസ്മെൻറ്റ് ഇയർ എത്രയാണ്? 2023-24 ആണ്. ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നത് 2025-2026 ആണ്. ഓക്കെ, 2025-2026 ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞാൻ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസസ്മെൻറ്റ് ഓഫ് ഫേം ആണ് ചാപ്റ്റർ വരുന്നത്. ടോട്ടൽ ഇൻകം ഓഫ് ഫേം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കണ്ടീഷൻസ് ഓഫ് 184 ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫേമിൻ്റെ കേസിൽ, അസസ്മെൻറ്റ് ഓഫ് ഫേമിൻ്റെ കേസിൽ 184 ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് സർപ്ലസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് സർപ്ലസ് എന്നാണ് തന്നത്. നെറ്റ് സർപ്ലസിന് നമ്മൾ എടുത്തിരുന്നു. എത്രയാണ് തന്നത്? 57,000 ആണ് തന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ കൂടെ ആഡ് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്, അതായത് ഡിസലോഡ് ഐറ്റംസിനെ അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫേമിൻ്റെ കേസിൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്താണ്? ഇൻഅഡ്മിസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ സാലറി ടു ജെയിൻ എത്രയുണ്ട്? 7,000. സാലറി ടു ചാറ്റർജി 9,800 തന്നിട്ടുണ്ട്. ഇനി അതേപോലെ കമ്മീഷൻ ടു സിംഗ്, കമ്മീഷൻ ടു ചാറ്റർജി തന്നിട്ടുണ്ട് 6,000, 4,800. ദെൻ അപ്പോൾ ഇവിടെ റെമ്യൂണറേഷൻ എന്നതിൽ സാലറി ഉൾപ്പെടും, അതേപോലെ കമ്മീഷൻ വരും, ബോണസ് ഉണ്ടെങ്കിൽ ബോണസും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? റെമ്യൂണറേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആണ്. അതിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇതെന്തല്ല, ഇവിടെ അഡ്മിസിബിൾ അല്ല, എന്ന് പറഞ്ഞാൽ അലോഡ് അല്ല. അതുകൊണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസിൽ ഇൻ എക്സസ് ഓഫ് 12% ആണ് എന്ത്? ഡിസലോഡ് വരുന്നത് അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ വരുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 6,000 ആണ് തന്നത്. ഈ 6,000 എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20% ആണ് 6,000. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവിടെ 8% എന്തായിരിക്കും? ഇൻഅഡ്മിസിബിൾ ആയിരിക്കും. 12% കൂടുതൽ വരുന്ന എത്രയാണ്? 8% ഇൻഅഡ്മിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണോ ഇൻഅഡ്മിസിബിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 6,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ട്. ഈ ഒരു 6,000 ഇൻറ്റു ഇവിടെ ഇൻഅഡ്മിസിബിൾ ആയിട്ട് വരുന്ന എത്രയാണ്? 8% ആണ്. 8 ഡിവൈഡ് ബൈ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന 6,000 എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ്. അപ്പോൾ ഇവിടെ 6,000 ഡിവൈഡ് ബൈ 20 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഡിസലോഡ് എത്രയാണെന്നുള്ളത് കിട്ടും. അതായത് 2,400 എന്ന് കിട്ടും. ഇതേപോലെ ജെയിനിൻ്റെ കേസിൽ 4,000 ആണ്. അപ്പോൾ 4,000 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 20 കാണുന്നു. അപ്പോൾ നമുക്ക് 1,600 കിട്ടും. ടോട്ടൽ എത്ര? 4,000 കിട്ടും. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വേറൊരു ഐറ്റമാണ് കസ്റ്റംസ് പെനാലിറ്റി എന്ന് പറയുന്നത്. ഈ കസ്റ്റംസ് പെനാലിറ്റി പെയ്ഡ് എന്താണ്? ഇവിടെ ഡിസലോഡ് ഐറ്റമാണ്, അതായത് ഇൻഅഡ്മിസിബിൾ ഐറ്റമാണ്. അതിനെയും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അഡ്മിസിബിൾ ഏതാണ്, ഇൻഅഡ്മിസിബിൾ ഏതാണെന്നുള്ളത് തിയററ്റിക്കൽ പാർട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഐറ്റംസ്, അതായത് ഇവിടെ റെമ്യൂണറേഷൻ എത്ര വരുന്നു? 27,600.
അതേപോലെ ഇൻട്രസ്റ്റ് എത്ര വരുന്നു 4000, പിന്നെ കസ്റ്റംസ് പെനാൽറ്റി 3000. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, അതായത് 57,000ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. എത്രയാണ്? 91,600 ആണ് ബുക്ക് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വരുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇനി ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫേമിൻ്റെ കേസിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബുക്ക് പ്രോഫിറ്റ് നമ്മൾ ആദ്യം എടുത്തിരുന്നു ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് മൈനസ് ചെയ്യുന്നത് ഒരു 2 കണ്ടീഷൻ നോക്കിയിട്ടാണ്. അതായത് ലീസ്റ്റ് ഓഫ് ദി 2, 2 കണ്ടീഷനിൽ ഏറ്റവും കുറവ് വരുന്ന, ലീസ്റ്റ് വരുന്ന ഏതാണോ അതാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒന്നെന്നാണ് ആക്ച്വൽ റെമ്യൂണറേഷൻ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആക്ച്വൽ റെമ്യൂണറേഷൻ, സാലറിയും കമ്മീഷനും 27,500 ആണ്. മറ്റൊന്ന് വരുന്നത് ഇവിടെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള റൂള് പ്രകാരം ഫസ്റ്റ് ബുക്ക് പ്രോഫിറ്റിൻ്റെ 3 lakh വരെ എത്ര? 90% ഓഫ് ബുക്ക് പ്രോഫിറ്റും, ദെൻ ബാലൻസ് വരുന്നതിന് 60% എടുക്കുന്നു. അതേപോലെ തന്നെ മാക്സിമം ലിമിറ്റ് 1,50,000. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലുള്ളത് അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം നിലവിലുള്ള അസസ്മെൻറ്റ് ഇയർ പ്രകാരം, അതായത് 2025-26 ഓൺവേർഡ്സ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മാറിയിട്ടുണ്ട്. നിലവിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നേരത്തെയുള്ള റൂൾ പ്രകാരമായിരിക്കും. പുതിയ റൂൾ വരുന്നത് എത്രയാണ്? ഇവിടെ ഫസ്റ്റ് 6 lakh വരെ, അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ ഫസ്റ്റ് 6 lakh വരെ 90% ബുക്ക് പ്രോഫിറ്റ്, ബാലൻസിന് 60%, ദെൻ മാക്സിമം ലിമിറ്റ് 3 lakh ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്, 91,000 ആണ് നമ്മുടെ, 91,600 ആണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. അതിൻ്റെ 90% കാണുന്നു. അതേപോലെ തന്നെ 3 lakh എന്നുള്ളത് ഒരു ലിമിറ്റാണ്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതൽ വരുന്നത്, ഇവിടെ കൂടുതൽ വരും ഏതാണ്? 3 lakh ആണ്. അതായത് 91,600ൻ്റെ 90% കണ്ടാൽ എന്തായാലും 3 ലക്ഷത്തിൻ്റെ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ വരെ ഏതാണ്? 3 ലക്ഷമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നു. ഇനി ഈ ആക്ച്വൽ റെമ്യൂണറേഷനും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ? ലീസ്റ്റ് ഏതാ വരുന്നത്? 27,600 ആണ്. ആ ലീസ്റ്റ് എമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അതായത് 27,600നെ 91,600 നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എത്ര കിട്ടും? 64,000 നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഫേമിൻ്റെ കേസിൽ സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു അസസ്മെൻറ്റ് ഓഫ് ഫേമും അതേപോലെ ഓരോ ചാപ്റ്റേഴ്സും ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്